തീയതി 17/5/26 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 11/2/2010 മധുബൻ. ശിവന്റെ ജന്മദിനത്തിൽ ക്രോധമാകുന്ന എരിക്കിൻ പൂവ് ബാബ്ദാദയ്ക്ക് അർപ്പിച്ച് ദർപ്പണമായി മാറൂ. പവിത്ര പ്രവൃത്തിയുടെ പ്രത്യക്ഷ തെളിവിലൂടെ പ്രത്യക്ഷതയെ സമീപം കൊണ്ടുവരൂ. ഇന്ന് എല്ലാ കുട്ടികളും, മുന്നിൽ ഇരിക്കുന്നവരും ദേശവിദേശങ്ങളിൽ ഇരിക്കുന്നവരുമായ 4 ഭാഗത്തുമുള്ള കുട്ടികൾ വളരെ സന്തോഷത്തോടെ ബാബയുടെയും തൻ്റെയും ജന്മദിനം ആഘോഷിക്കുന്നതിൻ്റെ അനേകം അനുമോദനങ്ങളും ആശംസകളും നൽകുകയാണ്. താങ്കൾ മുന്നിലിരിക്കുകയാണ്. ദൂരെ നിന്നും സയൻസിൻ്റെ സാധനങ്ങളിലൂടെ എല്ലാ കുട്ടികളും സന്തോഷത്തിൽ നിന്നും ഹൃദയത്തിൻ്റെ ആശംസകൾ നൽകുകയാണ്. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരും ബാബയുടെ ജന്മദിനം ആഘോഷിക്കുവാൻ വന്നിരിക്കുകയാണോ, അതോ തൻ്റേതും ആഘോഷിക്കുവാൻ വന്നിരിക്കുകയാണോ? കാരണം ഈ ജയന്തി വിചിത്ര ജയന്തിയാണ്. എന്തുകൊണ്ടാണ് വിചിത്രം ആയിരിക്കുന്നത്? പിതാവിൻ്റെയും കുട്ടികളുടെയും ഒരുമിച്ചാണ്. മുഴുവൻ കൽപ്പത്തിലും ഇങ്ങനെയുള്ള ജയന്തി ഉണ്ടാകുന്നതേയില്ല. മുഴുവൻ കൽപ്പത്തിലും ചുറ്റി സഞ്ചരിച്ചു വരൂ. വിചിത്രമായ ജയന്തിയാണ്. അപ്പോൾ ബാബ്ദാദ എല്ലാ കുട്ടികളോടും ചോദിക്കുകയാണ്, നിങ്ങളെല്ലാവരും ബാബയ്ക്ക് ആശംസകൾ നൽകുവാൻ വന്നിരിക്കുകയാണോ, അതോ ബാബയിൽ നിന്നും ആശംസകൾ എടുക്കുവാൻ വന്നിരിക്കുകയാണോ? ബാബ്ദാദ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യുന്നില്ല. കാരണം ജന്മം എടുത്തപ്പോൾ യജ്ഞം രചിച്ചു. അപ്പോൾ യജ്ഞത്തിൽ ബ്രാഹ്മണർ ആവശ്യമാണ്. അപ്പോൾ താങ്കളുടെയും ജന്മം ബാബയോടൊപ്പം ഉണ്ടായി. ഇതിൻ്റെ സ്മാരകമായി ഭക്തിയിലും ശിവരാത്രി ആഘോഷിക്കുന്നു. അതിനോടൊപ്പം സാലിഗ്രാമങ്ങളുടെയും പൂജയുണ്ടാകുന്നു. അനേകം സാലിഗ്രാമങ്ങളെ പൂജിക്കുന്നു. അപ്പോൾ ഈ ജയന്തി വണ്ടർഫുൾ ജയന്തിയാണ്. അതിനാൽ ഈ ജയന്തിയെ വജ്രതുല്യ ജയന്തി എന്ന് പറയുന്നു. അപ്പോൾ ബാബ്ദാദ എല്ലാ സഹചാരി കുട്ടികളെയും കോടി മടങ്ങ് കൈകളുടെ മാലയ്ക്കുള്ളിലാക്കി കോടി മടങ്ങ് ആശംസകൾ നൽകുകയാണ്. ഇതും ബാബയും കുട്ടികളും തമ്മിലുള്ള ഹൃദയത്തിൽ നിന്നുള്ള അതിസ്നേഹത്തിൻ്റെ അടയാളമാണ്. ബാബ്ദാദയ്ക്ക് കുട്ടികളോട് ഒരു വാഗ്ദാനമുണ്ട്, കൂടെയിരിക്കും, കൂടെ നടക്കും എന്ന്. അപ്പോൾ പറയൂ, കുട്ടികൾക്കും ബാബയോട് വാഗ്ദാനം ഉണ്ടല്ലോ. സംഗമത്തിൽ കൂടെയാണ്. കൂടെ ഇരിക്കുകയും വേണം. വിശ്വസേവനവും ഒരുമിച്ചാണ്. ഇരിക്കേണ്ടതും ഒരുമിച്ചാണ്, പറക്കേണ്ടതും ഒരുമിച്ചാണ്. അപ്പോൾ പറയൂ, താങ്കളുടെയും വാഗ്ദാനമാണല്ലോ, കൂടെയിരിക്കും, കൂടെ നടക്കും, ബ്രഹ്മബാബയോടൊപ്പം വിശ്വത്തിൽ രാജ്യം ഭരിക്കും. വാഗ്ദാനമുണ്ടോ? ഉറച്ച വാഗ്ദാനമാണോ? ഇതാണ് ഈ ശിവജയന്തിയുടെ വിശേഷത. ബാബ്ദാദ അമൃതവേള മുതൽ കണ്ടു. ഭിന്ന സ്ഥാനങ്ങളിലെ കുട്ടികൾ വളരെയധികം സന്തോഷത്തോടെ ആശംസകളും അനുമോദനങ്ങളും അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. താങ്കളാണെങ്കിൽ ഇപ്പോൾ മുന്നിലിരുന്ന് ആശംസകൾ നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു, നേടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നൽകുന്നതും നേടുന്നതും ഒരുമിച്ചാണ്. ഭഗവാന്റെ എത്രമാത്രം ഭാഗ്യശാലികളായ കുട്ടികളാണ്. അവർ മുന്നിലിരുന്ന് ബർത്ത്ഡേ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാവരുടെയും മുഖം പ്രസന്നതയിലും സന്തോഷത്തിലും പറക്കുന്നതായി കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് ബാബ്ദാദ കുട്ടികളുടെ ഭാഗ്യത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു, മറുഭാഗത്ത് ഭക്തരുടേതും കണ്ടുകൊണ്ടിരിക്കുന്നു. അവർ ഇപ്പോഴും വരൂ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ ഒപ്പമിരുന്ന്
ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ്ദാദ കണ്ടു, ഭക്തരുടെ അനുഭൂതിയും കുറവൊന്നുമല്ല. എന്താണോ പ്രാക്ടിക്കലിൽ താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ സ്മാരക രൂപത്തിൽ എത്ര നല്ല വിധിപൂർവമാണ് സ്മാരകം ഉണ്ടാക്കിയിരിക്കുന്നത്. താങ്കൾ വ്രതമെടുത്തു, അപ്പോൾ അവരും വ്രതത്തിൻ്റെ സ്മാരകം ഉണ്ടാക്കി. അവർ ഒരു ദിവസത്തേക്കും അല്പം സമയത്തേക്കും വ്രതം വയ്ക്കുന്നു. എന്നാൽ താങ്കൾ ഏതൊരു വ്രതമാണ് വച്ചിരിക്കുന്നത്? എല്ലാവരും ബാബയുടെ മുന്നിൽ വ്രതം വയ്ക്കുന്നതിൻ്റെ വാക്ക് എടുത്തുവല്ലോ. താങ്കൾ ബാബയിൽ നിന്നും സന്തോഷത്തോടെ വ്രതം എടുത്തിരിക്കുകയാണ്. ബാബ, നമ്മൾ ഈ മുഴുവൻ ജന്മത്തേക്ക് വേണ്ടി, ബ്രാഹ്മണ ജന്മത്തേക്ക് വേണ്ടി വ്രതം ധാരണ ചെയ്യും. വ്രതം ധാരണ ചെയ്തുവല്ലോ. ഏതൊന്നാണ്? പവിത്രതയുടേത്. ഒരു ജന്മത്തെ വ്രതമാണ് എടുത്തിരിക്കുന്നത്. എന്നാൽ ഒരു ജന്മത്തെ പവിത്രതയുടെ വ്രതം 21 ജന്മം തുടരും. അവർ അല്പസമയത്തേക്ക് വേണ്ടി ആഹാരപാനീയങ്ങളുടെ വ്രതം എടുക്കുന്നു, ജാഗരണത്തിൻ്റെ കാര്യം ചെയ്യുന്നു. എന്നാൽ ഇപ്പോൾ താങ്കളുടെ ഒരു ജന്മത്തെ ജാഗരണത്തിലൂടെ എല്ലാ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് വന്നു കഴിഞ്ഞു. താങ്കളുടെ ഈ ജാഗരണവും 21 ജന്മം തുടരും. മുഴുവൻ വിശ്വവും താങ്കളുടെ ജാഗരണത്തിലൂടെ ജ്വലിക്കുന്ന ജ്യോതിയായി നിലനിൽക്കും വിധത്തിൽ ഇപ്പോൾ താങ്കൾ ജാഗരണം നടത്തിയിരിക്കുകയാണ്. യാതൊരു ദുഃഖത്തിൻ്റെയും അശാന്തിയുടെയും അന്ധകാരം ഉണ്ടായിരിക്കില്ല. അപ്പോൾ പറയൂ, താങ്കൾ മുഴുവൻ വിശ്വത്തെയും അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നു. ഈ പരിധിയില്ലാത്ത വ്രതം നല്ലതായി തോന്നുന്നുണ്ടോ? പ്രയത്നം തോന്നുന്നില്ലല്ലോ. സഹജമാണോ അതോ പ്രയാസമാണോ? സഹജമായി തോന്നുന്നു. ആർക്കാണോ സഹജമായി തോന്നുന്നത് അവർ കൈ ഉയർത്തു. ഇടയ്ക്കിടയ്ക്ക് പ്രയാസമായി തോന്നുന്നില്ലല്ലോ. ഇടയ്ക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. കാരണം താങ്കൾ അറിയുന്നുണ്ട്, പവിത്രത നമ്മുടെ ജന്മസിദ്ധ അധികാരമാണ്. അതിനാൽ പവിത്രത കേവലം ബ്രഹ്മചര്യം മാത്രമല്ല, എന്നാൽ മനസ്സ വാച കർമ്മണ സംബന്ധ സമ്പർക്കത്തിലും പവിത്രത. പവിത്രതയുടെ സംസ്കാരം സഹജമായി ധാരണ ചെയ്യുന്നവരാണ്. അപ്പോൾ പവിത്രതയുടെ സങ്കല്പം എടുത്തു. എന്നാൽ ഇപ്പോൾ സമയമനുസരിച്ച് ബാബ്ദാദ സമയത്തിൻ്റെ വാർണിംഗും നൽകുകയാണ്. ഏതുപോലെ പവിത്രതയുടെ വ്രതം ധൈര്യം വെച്ച് തൻ്റെ സ്വധർമ്മമായി മനസ്സിലാക്കി ധാരണ ചെയ്തു. അതേപോലെ രണ്ടാമത്തെ ഭൂതമാണ് ക്രോധം. അപ്പോൾ ഇന്ന് ബാബ്ദാദ ഇത് ചോദിക്കുകയാണ്, ഒരു മഹാഭൂതത്തെ വ്രതമെടുത്ത് വൃത്തി പരിവർത്തനപ്പെടുത്തി. എന്നാൽ രണ്ടാമത്തെ ഭൂതമാണ് ക്രോധത്തിൻ്റെ ഭൂതത്തിന്മേൽ വിജയം പ്രാപ്തമാക്കണം. ഈ സങ്കല്പവും എടുത്തുവോ? അതോ രണ്ടാമത്തെ വികാരമാണ്, അതിനാൽ ഇളവുണ്ട് എന്നാണോ? കാരണം ക്രോധം എല്ലാത്തിൻ്റെയും കണക്ഷനിൽ വരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ജന്മദിനം ആഘോഷിക്കുന്നു എന്നിരിക്കെ പരസ്പരം ഗിഫ്റ്റും നൽകുന്നു. അപ്പോൾ ഇന്ന് ബാബ്ദാദ ഇത് ആഗ്രഹിക്കുന്നു. എങ്ങനെയാണോ ധൈര്യത്തിലൂടെയും ബാബയുടെ സഹായത്തിലൂടെയും ആദ്യ നമ്പറിൻ്റെ മേൽ മെജോറിറ്റി ജയം പ്രാപ്തമാക്കി പോയിക്കൊണ്ടിരിക്കുന്നത്, ഇതേപോലെ തന്നെ ക്രോധത്തിൻ്റെ മേലും ജയം സാധ്യമാണോ? കാരണം ഏതൊരു ഭൂതവും പ്രയാസപ്പെടുത്തുന്നു. ക്രോധത്തിൻ്റെ ഭൂതം മറ്റുള്ളവരുടെ കണക്ഷനിൽ വരുന്നു, സമ്പർക്കത്തിൽ വരുന്നു. തൻ്റെ മനസ്സിലും എപ്പോഴാണോ ക്രോധം വരുന്നത്, അപ്പോൾ സ്വയവും ക്രോധത്തിൻ്റെ മുന്നിൽ നിർബന്ധിതമായി പോകുന്നു. അപ്പോൾ ബാബയുടെ ബർത്ത്ഡേ ആഘോഷിക്കുവാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ബാബ്ദാദ
ഭാരതത്തിലുള്ളവരായാലും ഫോറിനിലുള്ളവരായാലും എല്ലാ കുട്ടികളിൽ നിന്നും ക്രോധത്തിൻ്റെ ഗിഫ്റ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നു. സാധ്യമാണോ? സാധ്യമാണോ? ഇന്നത്തെ ദിവസം ബാബയ്ക്ക് ഗിഫ്റ്റ് നൽകാൻ സാധിക്കും എന്ന് ആരാണോ മനസ്സിലാക്കുന്നത്, മനസ്സിൽ പോലും പാടില്ല, സ്വപ്നത്തിലും പാടില്ല. ഇങ്ങനെ സ്വയം സങ്കല്പം വെച്ച് ധൈര്യത്തോടെ മുന്നോട്ട് പോകാനുള്ള ശക്തി ഉണ്ടോ? ഉണ്ടോ? അപ്പോൾ ബാബയുടെ മുന്നിൽ ധൈര്യത്തോടെ സങ്കല്പം എടുക്കുവാൻ സാധിക്കുമോ? ചെയ്യുമോ? ബാബയിൽ നിന്നും ഗിഫ്റ്റ് എടുക്കുമോ? ഗിഫ്റ്റായി നൽകൂ, ഗിഫ്റ്റ് വാങ്ങൂ. അഥവാ ക്രോധത്തിന്മേൽ ജയം ഉണ്ടായെങ്കിൽ മറ്റുള്ളവയുടെ മേലും, അതായത് മറ്റു വികാരങ്ങളുടെ മേലും ജയം പ്രാപ്തമാക്കാനുള്ള ധൈര്യം വരും. അപ്പോൾ നമ്മൾ ഈ ഗിഫ്റ്റ് നൽകി ബാബയിൽ നിന്നും ഗിഫ്റ്റ് വാങ്ങും എന്നാരാണോ മനസ്സിലാക്കുന്നത്, അവർ കൈ ഉയർത്തു. ശരി, കൊടി വീശിക്കൊണ്ടിരിക്കുകയാണ്. കുമാരിമാരുമുണ്ട്, നോക്കണം. ബാബ്ദാദയ്ക്ക് കുട്ടികളുടെ ധൈര്യം കാണുമ്പോൾ വളരെ നല്ലതായി തോന്നുകയാണ്. താങ്കൾ ദൃശ്യം കാണുന്നുണ്ടല്ലോ, ഫോട്ടോ എടുക്കൂ, പിന്നെ കൈ ഉയർത്തൂ. ശരി, എല്ലാവരുടെയും ഫോട്ടോ എടുക്കൂ. ബാബ്ദാദ ഈ ധൈര്യത്തിന്മേൽ താങ്കൾക്ക് ദിവസവും അമൃതവേളയിൽ എപ്പോഴാണോ കൂടിക്കാഴ്ച ആഘോഷിക്കുന്നത്, ആ സമയത്ത് വിശേഷിച്ച് സഹജമായി അനുഭവി ആത്മാവ് ആകുന്നതിനുള്ള ആശംസകൾ നൽകും. കാരണം ഇത്രയും പേരേവരും അവരവരുടെ സ്ഥാനങ്ങളിൽ കഴിയുകയും ചെയ്യുന്നു. ഇവർ ഇത്രയും പേർ കഴിയുന്നു, ഒരുമിച്ചിരിക്കുന്നു, പ്രവൃത്തി കുടുംബം സംരക്ഷിക്കുന്നു, വീടും കുടുംബവും ഉപേക്ഷിച്ചു പോയില്ല, എന്നാൽ പവിത്ര പ്രവൃത്തി ഉണ്ടാക്കിയിരിക്കുകയാണ് എന്ന് എപ്പോഴാണോ ലോകത്തുള്ളവർ കാണുന്നത്, അപ്പോൾ എന്തുണ്ടാകും? ആത്മാക്കളുടെ ക്യൂ ഉണ്ടാകണം എന്ന് ഏതൊരു ശുഭഭാവനയാണോ നിങ്ങൾ ഏവരുടെയും ഉള്ളിലുള്ളത്, ആ ക്യൂ താങ്കൾക്ക് കാണപ്പെടും. കാരണം ക്രോധം പ്രത്യക്ഷമായി കാണപ്പെടുന്ന ഒന്നാണ്. ഇവർ കേവലം പവിത്രത എന്ന് പറയുന്നവരല്ല, എന്നാൽ പവിത്രമായി ജീവിച്ച് കാണിക്കുന്നു എന്ന് എപ്പോഴാണോ പ്രാക്ടിക്കലിൽ കാണുന്നത്, പ്രത്യക്ഷത ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതാണ് പ്രത്യക്ഷ തെളിവ്. ഇതിലൂടെ എല്ലാവരും ആകർഷിതരായി സ്വതവേ തന്നെ വന്നു ചേരും. പക്ഷേ കേൾപ്പിക്കട്ടെ, മുന്നോട്ടുള്ളത് കേൾപ്പിക്കട്ടെ. ക്രോധം വരുന്നതിൻ്റെ കാരണം മെജോറിറ്റിയിലും കണ്ടത് ഇതാണ്. എവിടെയെങ്കിലുമൊക്കെ ഈർഷ്യയും അതിനോടൊപ്പം എന്തെങ്കിലുമൊക്കെ കണ്ട് മുന്നോട്ട് പോകവേ വേസ്റ്റ് തോട്ട്സിൻ്റെ ബീജവും ക്രോധത്തെ കൊണ്ടുവരുന്നു. കാരണം വേസ്റ്റ് തോട്ട്സ് ആണ് ബീജം. ഈ ബീജത്തിൽ നിന്നാണ് ക്രോധവും ഉൽപ്പന്നമാകുന്നത്. ഇതിന് ഒരു വാക്കാണ് നിമിത്തമാകുന്നത്. ആ ഒരു വാക്കിൻ്റെ ബീജത്തെ അഥവാ ഇല്ലായ്മ ചെയ്തുവെങ്കിൽ സഹജമായി മാറും. ആ ഒരു വാക്കാണ് എന്തുകൊണ്ട്, ഇത് എന്തുകൊണ്ട്, ഇത് എന്തുകൊണ്ടുണ്ടായി, ഇത് എന്തുകൊണ്ട് ചെയ്തു, ഇത് എന്തുകൊണ്ട് ചെയ്യുന്നു. ഈ എന്തുകൊണ്ട് എന്ന വാക്കിൻ്റെ വലിയൊരു ക്യൂ ഉണ്ട്. നോക്കൂ, ക്യൂ എന്ന് അഥവാ ഇംഗ്ലീഷിൽ എഴുതുകയാണെങ്കിൽ എത്ര പ്രയാസപ്പെട്ടാണ് എഴുതുന്നത്. എ എന്നെഴുതൂ, എത്ര സഹജമാണ്. അപ്പോൾ ബാബ്ദാദ ഇന്ന് ഇത് ആഗ്രഹിക്കുന്നു, ഈ എന്തുകൊണ്ട് എന്ന വാക്കിൻ്റെ ക്യൂ ഇല്ലായ്മ ചെയ്യൂ. നിങ്ങൾ ഏവരുടെയും ആശയാണ് ഇപ്പോൾ വേഗം വേഗം ബാബയുടെ പ്രത്യക്ഷത ഉണ്ടാകട്ടെ. ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ബാബയുടെ സ്നേഹത്തിൻ്റെ ഫ്ലാഗ് പാറട്ടെ. ഹൃദയം ഗീതം പാടട്ടെ, ഹൃദയത്തിൽ ഗീതം പാടട്ടെ. നമ്മുടെ ബാബ വന്നു കഴിഞ്ഞു, മധുരമായ ബാബ വന്നു കഴിഞ്ഞു. ഇതുതന്നെയാണല്ലോ ആഗ്രഹിക്കുന്നത്. വേഗം വേഗം പ്രത്യക്ഷതയുടെ കൊടി എല്ലാവരുടെയും ഹൃദയത്തിൽ പാറട്ടെ എന്ന്. അപ്പോൾ ഇതിനു വേണ്ടി എന്തുകൊണ്ട്
എന്ത്, എങ്ങനെ ഉണ്ടാകും? ഈ ഭാഷ ഇല്ലായ്മ ചെയ്ത് പറയണമെന്നുണ്ടെങ്കിൽ അതിശയത്തിൻ്റേത് പറയൂ. എന്ത്, എന്തുകൊണ്ട് എന്നത് പറയരുത്. എപ്പോഴാണോ ബാബ്ദാദ കുട്ടികളുടെ ബോർഡിംഗ് തുറന്നത് പാകിസ്ഥാനിലെ കാര്യമാണ്. തുടക്കത്തിൽ ജഗദംബ കുട്ടികളോട് ഇത് പറയുമായിരുന്നു. എന്തുകൊണ്ട് എന്ത് എന്ന ഭാഷ പറയരുത്. എന്തുകൊണ്ട് എന്ത് എന്ന് കൂടുതൽ പറയുന്നത് ആരാണ്? അത് നല്ലതായി തോന്നുന്നുണ്ടോ? അതിനാൽ ഇപ്പോൾ എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്നതിൻ്റെ ക്യൂ ഉണ്ടാക്കരുത്. ഹാൻജി, ശരി ജി, വളരെ നല്ലത്. നമുക്ക് ഒരുമിച്ച് ചെയ്യാം, പറക്കാം. ഇങ്ങനെയുള്ള വാക്കുകൾ പറയൂ. ഭാഷയുടെ പരിവർത്തനം സാധ്യമാണോ? എന്ത്, എന്തുകൊണ്ട് എന്നത് പാടില്ല. ഈ ക്യൂ ഉപേക്ഷിക്കൂ. അപ്പോൾ ആ ക്യൂ ഉണ്ടാകും. നോക്കൂ, ശിവന്റെ മേൽ എരിക്കിൻ പൂവ് തന്നെയാണ് അർപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് ശിവരാത്രി ആഘോഷിക്കുകയാണ്. ശിവന്റെ ജന്മദിനം ആഘോഷിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ ക്രോധമാകുന്ന എരിക്കിൻ പൂവ് ബാബ്ദാദയ്ക്ക് അർപ്പിക്കൂ. അപ്പോൾ താങ്കൾ ദർപ്പണമായി മാറും. ഇഷ്ടമാണല്ലോ? ഇഷ്ടമാണോ? ശരി. ഇനി ഹോളിക്ക് ബാബ്ദാദ വരും. അതിൽ റിസൾട്ട് എടുക്കും. ക്ഷീണിച്ചു പോകരുത്. നടന്നില്ല എന്നത് പാടില്ല. നിശ്ചയബുദ്ധിയായി ചെയ്യൂ, ചെയ്യുക തന്നെ വേണം. കൈ ഉയർത്തുകയും ചെയ്തു. കൈ ഉയർത്തുക എന്നാൽ ബാബയ്ക്ക് നൽകി കഴിഞ്ഞു എന്നാണ്. നൽകിയല്ലോ. വീണ്ടും കൈ ഉയർത്തു. ദാദിമാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാണുന്നുണ്ടോ? കൈയടിക്കൂ. ധൈര്യം ഒരിക്കലും കൈവിടരുത്. അഥവാ ഒരല്പമെങ്കിലും കുറവുണ്ടായി എങ്കിൽ ഭാവിയിലേക്ക് ധൈര്യം വെച്ചുകൊണ്ട് ഉപേക്ഷിച്ച് കളയരുത്. മുന്നേറിക്കൊണ്ടിരിക്കണം. ബാബ്ദാദ കമ്പൈൻഡ് ആണ്. ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, കൂടെയുണ്ട്, കമ്പൈൻഡ് ആണ് എന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് അഥവാ എന്തു തന്നെ ഉണ്ടായാലും ബാബ്ദാദ കമ്പൈൻഡ് ആണ്. ആ ഒന്നിനെ മുന്നിൽ കൊണ്ടുവന്ന് പിന്നെ അർപ്പിക്കൂ. എന്നാൽ ബാബ്ദാദ ആഗ്രഹിക്കുന്നത് ഇതാണ്: എല്ലാ കുട്ടികളും നമ്പർ 1 ആകണം. നൽകിയ വസ്തു സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതായി. കൈ ഉയർത്തി എന്നാൽ നൽകി എന്നർത്ഥം. അതിനാൽ ഇപ്പോൾ താങ്കളുടേത് അല്ലാതായി, സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ്. അപ്പോൾ അഥവാ സങ്കല്പത്തിൽ എങ്കിലും വന്നുവെങ്കിൽ മനസ്സിലാക്കണം, സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതിൽ വിശ്വാസവഞ്ചനയായി എന്ന്. ഇത് മോശമായി കണക്കാക്കുന്നുവല്ലോ. നൽകിയ വസ്തു ഒരിക്കലും തിരികെ വാങ്ങാറില്ല. കാരണം എൻ്റേതല്ല. ഇന്ന് ബാബ്ദാദ 4 ഭാഗത്തുമുള്ള സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരാരാണോ അവിടെ ഇരുന്നു കൊണ്ട് എല്ലാവരും സന്തോഷത്തോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, സങ്കല്പിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ മധുബനും എല്ലാ സെൻറ്റേഴ്സും എന്തായി മാറും? എന്തായി മാറും? എല്ലാ സെൻറ്റേഴ്സും നിർവിഘ്നമായി ഭവിക്കട്ടെ എന്നതിൻ്റെ വരദാനിയായി മാറും. ഇഷ്ടമാണല്ലോ? ഇഷ്ടമാണോ? കാരണം ഇപ്പോൾ പെട്ടെന്ന് ദുഃഖവും അശാന്തിയും കാരണം ഇങ്ങനെയുള്ള സർക്കംസ്റ്റൻസ് ഉണ്ടാകും. നിങ്ങൾക്കേവർക്കും ആത്മാക്കളുടെ മേൽ ദയവ് തോന്നും. കാരണം താങ്കൾ പൂർവികരാണ്, പൂജ്യരുമാണ്, പൂർവികരുമാണ്. അപ്പോൾ പൂർവികർക്ക് ഏതൊരു ആത്മാവിൻ്റെയും ദുഃഖമോ ഡിസ്റ്റർബൻസോ കണ്ടു നിൽക്കാനാകില്ല. ആരോട് സ്നേഹമുണ്ടോ, ദയ ഉണ്ടോ, അവരുടെ ദുഃഖം കണ്ടു നിൽക്കാനാകില്ല. അപ്പോൾ ബാബ മനസ്സിലാക്കുന്നു, സമയം താങ്കളെ പരിവർത്തനപ്പെടുത്തുന്നതിന് മുമ്പേ താങ്കൾ പുരുഷാർത്ഥത്തിൻ്റെ പ്രാപ്തിയുടെ നേട്ടം ഇപ്പോൾ മുതൽ അനുഭവിക്കൂ. കാരണം താങ്കളെ പഠിപ്പിക്കുന്നത് സമയം അല്ല, സമയം താങ്കളുടെ ടീച്ചർ അല്ല. അപ്പോൾ ബാബ്ദാദ ആഗ്രഹിക്കുന്നത് ഇതാണ്:
ഹോളിക്ക് ഓരോരുത്തരും തൻ്റെ റിസൾട്ട് എഴുതണം. കൂടുതൽ നീണ്ടത് എഴുതരുത്, വായിക്കുവാനും സമയം കാണില്ല. എന്നാൽ ബാപ്ദാദ മുൻപും കേൾപ്പിച്ചിട്ടുണ്ട്, ഏതുപോലെ താങ്കൾക്ക് വരദാനത്തിൻ്റെ കാർഡ് ലഭിക്കുന്നുവല്ലോ, എത്ര ചെറുതാണ്. അതിൽ ഓക്കെ എന്നെഴുതൂ. ഓക്കെ എന്ന വാക്ക് എഴുതണം. അഥവാ പരസ്പരം പുരുഷാർത്ഥം ചെയ്യവേ എന്തെങ്കിലും സംഭവിച്ചുവെങ്കിൽ ഓക്കെ എന്നതിൻ്റെ നടുവിൽ ലൈൻ വരയ്ക്കണം. ഈസിയാണല്ലോ. ഇത്രയും പേപ്പർ വേസ്റ്റ് ചെയ്യരുത്. അഥവാ കൂടുതൽ തവണ സംഭവിച്ചുവെങ്കിൽ, ഒരു തവണയോ 2 തവണയോ 3 തവണയോ ഉണ്ടായെങ്കിൽ വര വരച്ചുകൊണ്ടേയിരിക്കണം. ഹോളിക്ക് മുമ്പേ മധുബനിൽ അയച്ചു കൊടുക്കണം. ഒരുമിച്ച് ചേർത്തും അയക്കാം. ടീച്ചർ അയക്കട്ടെ. അപ്പോൾ ബാപ്ദാദയുടെ അടുക്കൽ റിസൾട്ട് എത്തിച്ചേരും. ഇതിൽ നമ്പർ 1 ആരാണ്? പിന്നീട് ബാപ്ദാദ താങ്കൾക്ക് കോടി കോടി മടങ്ങ് ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹത്തിൻ്റെ സമ്മാനം നൽകും. ശരി. ഡബിൾ ഫോറിനേഴ്സ് ഉണ്ടല്ലോ, കൈ ഉയർത്തൂ. നമ്പർ എടുക്കുമല്ലോ. ഫോറിനിലുള്ളവരാണോ നമ്പർ എടുക്കുന്നത്, അതോ ഭാരതത്തിലുള്ളവരാണോ എന്ന് നോക്കും. നല്ലതാണ്. ബാപ്ദാദ എല്ലാവരെയും പ്രതീക്ഷ ഉള്ളവരായിട്ടല്ല കാണുന്നത്, എന്നാൽ ബാബയുടെ ആശകളെ പൂർത്തീകരിക്കുന്ന, ബാബയുടെ ആശകളുടെ ദീപത്തിൻ്റെ രൂപത്തിൽ കാണുവാൻ ആഗ്രഹിക്കുന്നു. ശരി. മധുബനിലുള്ളവർ എന്തു ചെയ്യും? മധുബനിലുള്ളവർ കൈ ഉയർത്തൂ. താഴെയുള്ളവരും മുകളിലുള്ളവരും എല്ലാം മധുബനാണ്. മുകളിലുള്ളവരും കൈ നീട്ടി ഉയർത്തൂ. വീശു. ശരി. മധുബൻ നമ്പർ നേടണമല്ലോ. നേടേണ്ടതാണ്. കാരണം മധുബനെ എല്ലാവരും വളരെ വേഗം കോപ്പി ചെയ്യുന്നു. ശരി. 4 ഭാഗത്തുമുള്ള കമ്പൈൻഡായിരിക്കുന്നവർ കണ്ടുകൊണ്ടും ഇരിക്കുന്നു, കേട്ടുകൊണ്ടും ഇരിക്കുകയാണ്. എന്നാൽ കേൾക്കാത്തവർ പോലും മുരളിയിലൂടെ കേൾക്കുക തന്നെ ചെയ്യും. അപ്പോൾ 4 ഭാഗത്തുമുള്ള ബാബയുടെ സ്നേഹിയും സഹയോഗിയും മധുരവും പ്രിയത്തിലും പ്രിയമായ കുട്ടികൾക്ക് ബാപ്ദാദ കോടി കോടി മടങ്ങ് അനുമോദനങ്ങളും നൽകുകയാണ്, ആശംസകളും നൽകുകയാണ്. അതിനോടൊപ്പം പ്രത്യക്ഷതയുടെ കൊടി എത്രയും വേഗം പാറിക്കുന്നതിനുള്ള സങ്കല്പവും നൽകുകയാണ്. സമയത്തെ ആശ്രയിച്ചിരിക്കരുത്, സമയത്തെ ടീച്ചർ ആക്കരുത്. ബാബ പിതാവും ശിക്ഷകനും സദ്ഗുരുവുമാണ് എന്നിരിക്കെ എങ്ങനെയാണോ താങ്കളുടെ ജഗദംബ ചെയ്തത്, 2 വാക്കുകളിൽ നമ്പർ നേടിയെടുത്തു. ബാബ പറയുന്നു, ജഗദംബ ചെയ്യുന്നു. ഇങ്ങനെയുള്ള തീവ്ര പുരുഷാർത്ഥം ചെയ്തു, നമ്പർ നേടുകയും ചെയ്തു. നിങ്ങളെല്ലാവരും അംഗീകരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ താങ്കളും ഫോളോ മദർ ജഗദംബ. ശരി. എല്ലാവർക്കും സ്നേഹസ്മരണകൾ. വളരെയധികം ഹൃദയത്തിൽ നിന്നുള്ള ആശീർവാദങ്ങൾ സ്വീകരിച്ചാലും അതിനോടൊപ്പം ബാബ കുട്ടികളെ അധികാരിയായി കണ്ടുകൊണ്ട് നമസ്തേ പറയുന്നു. ബാപ്ദാദ എല്ലാ സോണിനോടും പറഞ്ഞിട്ടുണ്ട്, അവകാശികളെയും മൈക്കിനെയും കണ്ടെത്തൂ. പ്രഭാവശാലിയായ മൈക്ക്. അവരുടെ അനുഭവം കേട്ട് പ്രേരണ വരണം. നമ്മളും ആകട്ടെ, ആരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ എല്ലാ സോണും റിസൾട്ട് അയക്കണം. ഇന്ന് ബാപ്ദാദ കണ്ടു, ഡൽഹിയിലുള്ളവർ റിസൾട്ട് അയച്ചു. ബാപ്ദാദ ആശംസകൾ നൽകുകയാണ്. അപ്പോൾ എല്ലാ സോണും അയക്കുമ്പോൾ താങ്കളെയും റിസൾട്ട് കേൾപ്പിക്കും. എത്ര വാരിസ് തയ്യാറായിട്ടുണ്ടെന്ന് ചെക്കിംഗ് നടത്തിക്കും. റിസൾട്ട് വന്നതുകൊണ്ട് മാത്രം അംഗീകരിക്കുകയില്ല, ഗുപ്തമായി ചെക്കിംഗ് നടത്തും. ശരി. ആദിയിലും
അനുമോദനങ്ങളും ആശംസകളും ലഭിച്ചു. ഇപ്പോഴും ബാബ്ദാദ ഓരോരോ കുട്ടിയുടെയും ഹൃദയത്തിൽ പേര് സഹിതം കോടി കോടി മടങ്ങ് ആശംസകൾ നൽകുകയാണ്. ബാബയുടെ അടുക്കലാണെങ്കിൽ എല്ലാ കുട്ടികളുടെയും ചിത്രം വതനത്തിൽ എമർജാണ്. അപ്പോൾ ബാബ്ദാദ കുട്ടികളുടെ ബർത്ത്ഡേ ആഘോഷിച്ചു. കുട്ടികൾ ബാബയുടെ ബർത്ത്ഡേ ആഘോഷിച്ചു. രണ്ടുപേർക്കും ആശംസകൾ. ശരി. വരദാനം. എല്ലാവർക്കും റിഗാർഡ് നൽകിക്കൊണ്ട് തൻ്റെ റെക്കോർഡ് ശരിയാക്കി വയ്ക്കുന്ന സർവരുടെയും സ്നേഹിയായി ഭവിക്കട്ടെ. ആര് എത്രത്തോളം എല്ലാവർക്കും റിഗാർഡ് നൽകുന്നുവോ അത്രയും തന്നെ തൻ്റെ റെക്കോർഡ് ശരിയാക്കി വയ്ക്കാൻ സാധിക്കുന്നു. മറ്റുള്ളവർക്ക് റിഗാർഡ് വയ്ക്കുക എന്നത് തൻ്റെ റെക്കോർഡ് ഉണ്ടാക്കുക എന്നതാണ്. ഏതുപോലെ യജ്ഞത്തിൻ്റെ സഹായി ആകുന്നത് തന്നെയാണ് സഹായം നേടുക എന്നത്, അതേപോലെ റിഗാർഡ് നൽകുന്നത് തന്നെയാണ് റിഗാർഡ് നേടുക എന്നത്. ഒരു തവണ നൽകുമ്പോൾ അനേകം തവണ നേടുന്നതിന് അർഹരായി മാറുന്നു. പൊതുവെ പറയുന്നു, ചെറിയവർക്ക് സ്നേഹവും മുതിർന്നവർക്ക് റിഗാർഡും നൽകൂ. എന്നാൽ ആരാണോ എല്ലാവരെയും മുതിർന്നവരായി കണക്കാക്കി റിഗാർഡ് നൽകുന്നത് അവർ സർവരുടെയും സ്നേഹിയായി മാറുന്നു. ഇതിനുവേണ്ടി ഓരോ കാര്യത്തിലും ആദ്യം താങ്കൾ എന്ന പാഠം ഉറപ്പിക്കൂ. സ്ലോഗൻ. ബാബ്ദാദയിൽ നിന്നും ലഭിച്ച ശിക്ഷണങ്ങൾ വേണ്ട സമയത്ത് ഓർമ്മ വരുന്നത് തന്നെയാണ് തീവ്ര പുരുഷാർത്ഥം. അവ്യക്ത സൂചന. സദാ അചഞ്ചലവും ആടാത്തവരും ഏകരസവുമായ സ്ഥിതി അനുഭവിക്കൂ. ആരാണോ ഓൾറൗണ്ട് സർവീസ് ചെയ്യുന്നവർ അവർ വിശേഷിച്ച് ഈ ഒരു കാര്യത്തിൻ്റെ ശ്രദ്ധ വയ്ക്കണം. എങ്ങനെയുള്ള പരിതസ്ഥിതിയിലും തൻ്റെ സ്ഥിതി ഏകരസം ആയിരിക്കണം. അപ്പോൾ സഫലത ലഭിക്കും. ശ്രീമത്തിൽ എപ്പോഴാണോ മന്മത്, ദേഹാഭിമാനത്തിൻ്റെ മതം, ശൂദ്രത്വത്തിൻ്റെ മതം മിക്സ് ചെയ്യുന്നത്, അപ്പോൾ സ്ഥിതി ഏകരസം ആയിരിക്കുന്നില്ല. മനസ്സ് ഭിന്ന ഭിന്ന രസങ്ങളിലാണെങ്കിൽ സ്ഥിതിയും ഭിന്ന ഭിന്നമായിരിക്കും. ഒന്നിൻ്റെ തന്നെ രസത്തിൽ ഇരിക്കുകയാണെങ്കിൽ സ്ഥിതി ഏകരസം ആയിരിക്കും. ഓം ശാന്തി. വിശേഷ സൂചന. മാസത്തിൻ്റെ 3-ാമത്തെ ഞായറാഴ്ചയുടെ യോഗാഭ്യാസം. ഇന്ന് മാസത്തിലെ 3-ാമത്തെ ഞായറാഴ്ചയാണ്. എല്ലാ സഹോദരീ സഹോദരന്മാരും സംഘടിത രൂപത്തിൽ ഒരുമിച്ചിരുന്ന് വൈകിട്ട് 6:30 മുതൽ 7:30 വരെ തൻ്റെ പൂർവികൻ്റെയും പൂജ്യ സ്വരൂപത്തിൻ്റെയും സ്വമാനത്തിലൂടെ മുഴുവൻ കൽപ്പവൃക്ഷത്തിനും തൻ്റെ ശുഭഭാവനയുടെയും ശുഭകാമനയുടെയും ശക്തിശാലി കിരണങ്ങൾ നൽകുന്നതിൻ്റെ സേവനം ചെയ്യണം.
ശരണം